പാലക്കാട് നെന്മാറയിൽ പട്ടാപ്പകൽ അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര എന്ന കൊടും കുറ്റവാളിയെ ഭയന്നാണ് അവിടുത്തെ നാട്ടുകാർ ജീവിക്കുന്നത്. സ്ത്രീകളോട് പ്രത്യേക തരം വൈരാഗ്യം വച്ചുപുലർത്തുന്ന സ്വഭാവക്കാരനാണ് ചെന്താമരയെന്ന് അയൽവാസികൾ പറയുന്നു. ഇയാളുടെ വധഭീഷണി ഭയന്ന് ഭർത്താവിനെ ജോലിക്ക് വിടാതെ വീടിന് കാവൽ നിർത്തിയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ 56 വയസ്സ്, അമ്മ ലക്ഷ്മി 78 വയസ്സ് എന്നിവരെയാണ് പ്രതിയായ ചെന്താമര ക്രൂരമായി കൊന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:15 ആരും കൊല. വ്യക്തി വൈരാഗ്യമായിരുന്നു കാരണം. 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി കഴുത്തറുത്തു കൊന്നിരുന്നു. അന്ന് പോലീസ് നായ മണം പിടിച്ച് ചെന്താമരയുടെ ബന്ധുവായ പരമേശ്വരന്റെ വീട്ടിലാണെത്തിയത്. പരമേശ്വരന്റെ ഭാര്യയെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന പ്രതി അവിടെ എത്തുകയും കാണാത്തതിനെ തുടർന്ന് തിരികെ പോവുകയുമായിരുന്നു. ഈ കേസിൽ 3 മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമരയ്ക്ക് മാനസികമായി ഒരു പ്രശ്നവുമില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നു. കൊലപാതകങ്ങൾ എല്ലാം തന്നെ വളരെ ആസൂത്രണത്തോടെ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം അയൽവാസിയായ മറ്റൊരു സ്ത്രീയെയും ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നതായും അവർ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ആലത്തൂർ ഡിവൈഎസ്പി എൽ മുരളീധരൻ, നെന്മാറ SHO മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മണം പിടിച്ച പോലീസ് നായ 200 മീറ്റർ അകലെയുള്ള ചെന്താമരയുടെ തറവാട്ടിലേക്കാണ് പോയത്. പ്രതി സമീപത്തെ മലയിലുണ്ടാകാമെന്ന സൂചനയെ തുടർന്ന് വൈകിട്ട് 5 വരെ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് പ്രതിയുടെ സഹോദരനെയും കൊണ്ട് പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മകളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസിയായ നീളൻ മുടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയോട് ജോത്സ്യൻ പറഞ്ഞിരുന്നു. അത് സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ധരിച്ചാണ് 2019 അവരെ വകവരുത്തിയത്. വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയാണ് സജിതയെ അന്ന് വെട്ടിയത്. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമെന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞുവെന്ന് 5 വർഷം മുൻപ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. സജിതയാണിതെന്ന് ഉറച്ചു വിശ്വസിച്ച ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വച്ചുപുലർത്തി. സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത്. അയൽപക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചെന്താമരയെ ഭയന്ന വീടിന് പുറത്തുള്ള ശുചിമുറികൾ പോലും ഉപയോഗിക്കാറില്ലായിരുന്നുവെന്ന് അയൽവാസി പുഷ്പയും പറയുന്നു. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടി ഉണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണ് ഉള്ളതെന്നും പോത്തുണ്ടി സ്വദേശി പുഷ്പ പറഞ്ഞു. 2019 കൊലപാതകത്തിന് സമാനമായ രീതിയിൽ വിശന്നാൽ ഭക്ഷണത്തിനായി ഒളിവ് വിട്ട് ചെന്താമര പുറത്തിറങ്ങിയേക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയുടെ വീട്ടിൽ നിന്നും പാതി ഉപേക്ഷിച്ച വിഷക്കുപ്പി കണ്ടെത്തിയതിനാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ചെന്താമരയുടെ സഹോദരനുമായി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലും പരിശോധന നടത്തുന്നുണ്ട്. സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കാരം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.